സ്ട്രക്ചർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഘടന. പൊതുവിലാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. ക്ലിയർ ആയല്ലോ? ക്രെഡിറ്റ് സൊസൈറ്റികളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെന്നും. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെന്നും ലോങ് ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെന്നും. ഇതില് ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുന്ന സൊസൈറ്റികൾ സ്ട്രക്ചർ കേരളത്തിൽ 2 ടയറും മറ്റ് സ്റ്റേറ്റുകളിൽ 3 ടയർ ആണ്. 3 ടയർ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മിഡില് ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ബോട്ടമില് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇനി കേരളത്തിലാണെങ്കിൽ 2 ടയർ ആണ്. ടോപ്പില് കേരള ബാങ്ക്, ബോട്ടമില് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഇനി ലോങ് ടേം ലോണിന്റെ സ്ട്രക്ചർ, ബാങ്കുകളുടെ സ്ട്രക്ചർ 2 ടയർ ആണ്. ടോപ്പില് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ബോട്ടമില് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്.